നമ്മുടെ വീടുകളിലൊക്കെ വെള്ളത്തിന് ഫോഴ്സ് ഇല്ലാത്തൊരു പ്രശ്നം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കാറുണ്ടാവും. അപ്പോൾ അതിനൊരു ഏറ്റവും നല്ലൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടാങ്കിൻ്റെ ഹൈറ്റ് പൊന്തിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോണത്. വേറൊന്നുമല്ല, നമ്മളെ വീട്ടിലുള്ള ടാങ്കിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏകദേശം നമ്മൾ ഒരു 1.5 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാലുകൾ നമുക്ക് വേണമെങ്കിൽ ഷോപ്പുകളിൽ തന്നെ മുറിച്ചിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ വലിയ ലെങ്ത്ത് വാങ്ങിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അത് എങ്ങനെയാണോ സൗകര്യം അതുപോലെ നമുക്ക് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് ആംഗ്ലറാണ്. ഇപ്പോൾ നമ്മളിവിടെ 1.5 മീറ്ററാണ് ആംഗ്ലറിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 1.5 മീറ്ററിൻ്റെ 2 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ള ആംഗ്ലറിൻ്റെ പാരലായിട്ട് നമ്മൾ സ്ക്വയർ പൈപ്പാണ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് അതേപോലെ ലെങ്ത്തൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെൽഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം അത് നമുക്ക് ഏകദേശം ഒരു 5-6 ലെങ്ത്ത് വരെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ അതിന് സ്ട്രെങ്ത്ത് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പൈപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കട്ടർ അതിൽ കുടുങ്ങി ബ്ലേഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലേഡ് പൊട്ടിയതിന് ശേഷം അത് നമുക്ക് ടൈറ്റായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ആ ബ്ലേഡ് കട്ട് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ വെൽഡിങ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. $20 സെൻറ്റിമീറ്ററിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം കാല് വൈഡായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 കാലുകൾ ഫിറ്റ് ചെയ്തു. അതേപോലെ 4 കാലുകൾക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ ചെറിയ ഒരു പീസ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പം കാലുകൾക്ക് കൂടുതൽ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് കാല് വൈഡായി പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പം നമ്മുടെ കംപ്ലീറ്റ് വർക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ രീതിയിലുള്ള ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
നമ്മുടെ സ്റ്റാൻഡിൻ്റെ പണികൾ ഇതോടെ കൂടി അവസാനിച്ചു. അപ്പോൾ നമ്മൾ അടിയിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ആ ഒരു വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലും അതേപോലെ വെൽഡ് ചെയ്ത് എല്ലാം സ്ട്രോങ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഹൈറ്റ് കൂട്ടാം. അതോടുകൂടി നമ്മളെ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.